ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെമ്മറി ആയിരുന്നു. കമ്പ്യൂട്ടർ മെമ്മറി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് കമ്പ്യൂട്ടർ കമ്പോണൻസ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ കമ്പോണൻസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത്. ദെൻ എന്താണ് കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? നമ്മളുടെ കമ്പ്യൂട്ടറിന് ചുറ്റുമുള്ള പെരിഫറൽസിനെ, നമുക്ക് തൊട്ടു നോക്കാനും എടുത്തു നോക്കാനൊക്കെ പറ്റുന്ന പെരിഫറൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ CPU, മോണിറ്റർ, മൗസ്, കീബോർഡ്, ഇതെല്ലാം എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആണ്. ആക്ച്വലി ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെ നമുക്ക് കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്നുകൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതൊക്കെ കമ്പ്യൂട്ടറിന് എന്ത് തന്നെയാണ്? കമ്പോണൻസ് തന്നെയാണ്. അതന്നെയാണ് നമ്മുടെ ഈ ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, സ്പീക്കർ, മദർ ബോർഡ്, ഇതൊക്കെ എന്ത് കമ്പ്യൂട്ടർ കമ്പോണൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നോർമലി ഉള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതല്ല, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ്. അല്ലെങ്കിൽ CPU മാത്രം എടുത്തുകൊണ്ട് ഉള്ള കമ്പോണൻസ്, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ CPU-ൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് SMPS. നിങ്ങൾ SMPS എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ടേമാണ് അല്ലേ? നിങ്ങൾക്കറിയാം, ഈ കമ്പ്യൂട്ടറൊക്കെ അസംബിൾ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് SMPS എന്താണെന്നും അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ SMPS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബ്രിവിയേഷൻ ഓഫ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡെഫിനീഷൻ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ആ പേര് പോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ട് പവർ സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളറായിട്ട് ആക്ട് ചെയ്യുന്ന CPU-ലുള്ള ഒരു കമ്പോണൻ്റ് ആണ് ആക്ച്വലി SMPS എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വിച്ചർ എന്നൊക്കെ പറയും ഇതിനേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ AC കറണ്ടിനെ DC ആക്കുക, അല്ലെങ്കിൽ DCനെ AC ആക്കിയിട്ടൊക്കെ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ ഇപ്പോൾ ചേന്ദ്രയിലുള്ള കോളേജ് ആവുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടായിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഈ SMPS ഫ്യൂസായി പോകുക എന്നുള്ളത്. കാരണം വോൾട്ടേജ് റെഗുലേഷൻ അവിടെ കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹൈ വോൾട്ടേജ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സോ SMPS കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കല്ലാതെ വേറെ ഓപ്ഷനില്ല, കമ്പ്യൂട്ടർ ഓൺ ആവില്ല. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്കറിയാം ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പവർ വേണം. പവർ അത് കുറേ നേരം നമ്മൾ UPS-ൽ അത് റീറ്റെയിൻ ചെയ്ത് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തതാണെങ്കിൽ ഡയറക്റ്റ് പവർ എന്തായാലും വേണം നമ്മൾ സിസ്റ്റം ഓൺ ആവാനല്ലേ. അപ്പോൾ ആ പവറിനെ, ആ ഒരു വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന CPU-ലുള്ള ഒരു കമ്പോണൻ്റ് ആണ് ആക്ച്വലി SMPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ SMPS കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇതാണ് SMPS എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ സാധാരണ നോർമൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ CPU-ൻ്റെ ക്യാബിൻ ഒന്ന് ജസ്റ്റ് സ്ക്രൂ ഒക്കെ തിരിച്ച് അതൊന്ന് ഊരിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPU-ൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിട്ട് നിങ്ങൾക്ക് SMPS കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിലുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ചെയ്യുന്നത്. പവർ സപ്ലൈനെ മോഡുലേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് SMPS ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ CPU-ലുള്ള ആദ്യത്തെ കമ്പോണൻറ്റ്. രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത് മദർ ബോർഡ് ആണ്. ഇതും നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളൊരു ടേമാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിനെ തന്നെ മെയിൻ ബോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ സർക്യൂട്ട് ബോർഡ്, സിസ്റ്റം ബോർഡ്, ബേസ് ബോർഡ്, പ്ലാനർ ബോർഡ്, ലോജിക് ബോർഡ് ഓർ മോബോ, ഇതെല്ലാം എന്ത് തന്നെയാണ്? മദർ ബോർഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മെയിൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഒരു മെയിൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, അതായത് മെയിൻ PCB, അതാണ് ആക്ച്വലി മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ മദർ ബോർഡ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് CPU-ലുള്ള ഒരു പോർഷനാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ബാക്കി അതർ പെരിഫറൽസിലേക്കുള്ള എല്ലാ കണക്ടേഴ്സും പോയിട്ടുള്ളത് ആക്ച്വലി മദർ ബോർഡിൽ നിന്നാണ്. ഓക്കെ, മദർ ബോർഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
ഇതാണ് മദർ ബോർഡ്. കണ്ട ഒരുപാട് സ്ലോട്ടുകൾ ഇതിലുണ്ട്. ഈ സ്ലോട്ടുകളിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പെരിഫറൽസിനെയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പെരിഫറൽസ്, അതേപോലെ തന്നെ നമ്മളുടെ മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ടുള്ളത് ആക്ച്വലി നമ്മളുടെ ഈ ഒരു മദർ ബോർഡിലാണ്. ആ പേര് പോലെ തന്നെ മദർ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മളുടെ വീട്ടിലെ എല്ലാത്തിൻ്റെയും ഒരു ഓവറോൾ കൺട്രോളറാണ് മദർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ആ മദറും അമ്മയിലോട്ടാണ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളെയും പറ്റി നോളജബിൾ ഉള്ള വ്യക്തിയാണ് അമ്മ എന്ന് പറയുക. അപ്പോൾ അതേപോലെ തന്നെ ഈ മദർ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ CPU-ൻ്റെ ഒരു മദറാണ്. വിച്ച് മീൻസ് എല്ലാ CPU റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്യുന്ന എല്ലാ പെരിഫറൽസും കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മദർ ബോർഡിലോട്ടാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫറെൻറ്റ് സ്ലോട്ടുകൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നിങ്ങൾ മദർ ബോർഡൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ CPU ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മദർ ബോർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് സ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് ഒക്കെ ഫിൽഡ് ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ ഇഷ്ടം പോലെ പെരിഫറൽസിനെ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് സൗണ്ട് കാർഡ്സ്, വീഡിയോ കാർഡ്സ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്സ്, അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവ്സ്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെയുള്ള നമുക്ക് വേണ്ട എല്ലാ എന്താ പറയുക കണക്റ്റേഴ്സിനെയും പെരിഫറൽസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ആക്ച്വലി CPU-ലുള്ള ഈ ഒരു മദർ ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിലോട്ടാണ്. നെക്സ്റ്റ് ആണ് ആഡ് ഓൺ കാർഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആഡ് ഓൺ കാർഡ്സിനെ നമ്മൾ ആക്ച്വലി എക്സ്പാൻഷൻ ബോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റേണൽ കാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റർഫേസ് അഡാപ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ആഡ് ഓൺ കാർഡ്സിനെ വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആഡ് ഓൺ കാർഡ്സിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ലൈക്ക് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗ്രാഫിക്സ് സപ്പോർട്ട് വേണം എന്ന് വിചാരിക്കുക. ഓക്കെ, വീഡിയോ പെർഫോമൻസ് ഒക്കെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് ആക്ച്വലി ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗ്രാഫിക്സ് കാർഡൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിൽ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ പൊസിഷനിലാണ്. ഓക്കെ, ഇതിന് ഒരു എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ ആഡ് ഓൺ കാർഡ്സ് ഒക്കെ എന്ത് ചെയ്തത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് ഓൺ കാർഡ്സ് ആ പേര് പോലെ തന്നെ ആഡ് ഓൺ ഡിഫറെൻറ്റ് നമുക്ക് എക്സ്ട്രാ ഉള്ളതാണ്. നമുക്കത് ഇൻബിൽഡ് ആയിട്ട് അത് ഡീഫോൾട്ടായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മദർ ബോർഡ് പോലെ ഉള്ള എന്താ പറയുക അത്ര കണ്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ആഡ് ഓൺ കാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ്ട്രാ ആവശ്യത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗ്രാഫിക്സ് കാർഡ് പോലെയൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ടാണ് ആക്ച്വലി ഈ ഒരു എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആഡ് ഓൺ കാർഡ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് മനസ്സിലായില്ല, ആഡ് ഓൺ കാർഡ്സ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ആണ് ആക്ച്വലി. ആ ഒരു PCBൻ്റെ ഒരു എക്സ്പാൻഷൻ പ്ലോട്ടാണത്. ആ പ്ലോട്ടിൽ നമുക്ക് ഇതുപോലുള്ള ഗ്രാഫിക്സ് പോലുള്ള ആഡ് ഓൺ കാർഡ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും നമ്മുടെ CPU-ൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ലോട്ടാണ്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ പോർട്സ്. കമ്പ്യൂട്ടർ പോർട്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് അതർ കമ്പ്യൂട്ടർ പെരിഫറൽ ഡിവൈസസ്. അതായത് ഈ പോർട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിനെ CPU-യുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ആക്ച്വലി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോർട്ടുകൾ ഓരോ പോർട്ടുകൾ, ഇപ്പോൾ നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യുന്നത് ഒരു പോർട്ടിലായിരിക്കും, മൗസ് കണക്ട് ചെയ്യുന്നത് ഒരു പോർട്ടിലായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ മോണിറ്ററിൻ്റെ എന്താ പറയുക ആ വയർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു പോർട്ടിലായിരിക്കും. ഇപ്പോൾ അതല്ല നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോജക്ടറിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോർട്ട് വേറെ ആയിരിക്കും. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താ പറയുക നെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പോർട്ട് വേറെ ആയിരിക്കും, നെറ്റ് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പോർട്ടുകളും ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് അതർ കമ്പ്യൂട്ടർ പെരിഫറൽ ഡിവൈസസ്. അവർ തമ്മിലൊരു ഇന്റർഫേസ് ആണ് ആക്ച്വലി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് പലതും നമുക്ക് കണക്ട് ചെയ്യാം, ലൈക്ക് മോണിറ്റേഴ്സ്, വെബ് ക്യാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെബ് ക്യാം ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു പോർട്ട് ഉണ്ടായിരിക്കും കണക്ട് ചെയ്യാൻ. then സ്പീക്കറിനെ കണക്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വേണ്ട എല്ലാ പെരിഫറൽസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടുകൾ ആണ്, അതാണ് നമ്മൾ പോർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ സ്ലോട്ടുകളെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. കണ്ടില്ല, ഇപ്പോൾ ഇതിൽ എന്താ പറയുക ഇത് പ്രൊജക്ടറിലോട്ടുള്ള കണക്ഷനാണ്, HDMI കണക്ഷൻ ഇത് പറയും. ദെൻ സ്പീക്കറിലോട്ടുള്ളത്, ദെൻ നമ്മൾ സാധാരണ സ്പീക്കറിന് പകരം നമ്മൾ ഹെഡ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള പോർട്ട്, ദെൻ കീബോർഡിനുള്ളത്, മൗസിനുള്ളത്, അങ്ങനെയുള്ള ദെൻ നമ്മൾ USB നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്ലോട്ട്, ഇതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും പോർട്ടുകൾ തന്നെയാണ്, വേറൊരു ലാമിനേറ്റിംഗ് വ്യൂ ആണിത്.
നെക്സ്റ്റ് അഡാപ്റ്റേഴ്സ് ആണ്. അഡാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടറിന് ചുറ്റപ്പെട്ട് കുറേ വയേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നോർമലി അത് ബ്ലാക്ക് കളേഴ്സിലായിരിക്കും, ചില സംടൈംസ് അത് വൈറ്റ് കളറിലും കാണാം. അപ്പോൾ വയേഴ്സ് എന്ന് പറയുന്നത് കൊയാക്സിയൽ കേബിൾസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയേഴ്സ് ആയിട്ടുള്ള വയേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ എന്തായാലും അതൊരു ബ്ലാക്ക് ഔട്ടർ കവറിങ്ങിനോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വയറിൻ്റെ ഉള്ളിൽ കുറേ മൾട്ടിപ്പിൾ എന്താ പറയുക വയേഴ്സ് വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വയറിനെ ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്യുന്നതല്ലല്ലോ CPU-ലോട്ടും അല്ലെങ്കിൽ നമ്മൾ മോണിറ്ററിലോട്ടും ഒന്നും. അപ്പോൾ അതിനൊരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് ഒരു അഡാപ്റ്റേഴ്സ് ഉണ്ട്. ആ അഡാപ്റ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആ പോർട്ടിലോട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഴ്സ് എന്ന് പറയുക. നിങ്ങൾ പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് അഡാപ്റ്റർ എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് അഡാപ്റ്റേഴ്സ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കാണുന്ന വയലറ്റ് കളറിലുള്ളതുണ്ടല്ലോ, ആ വയലറ്റ് കളറിലുള്ളത് ആക്ച്വലി കീബോർഡിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലഗിനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ പിന്നാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളിപ്പോൾ കീബോർഡും മൗസൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്ക്വയർ പിന്നാണ്. പക്ഷേ ആദ്യമൊക്കെ നമ്മൾ കുറച്ചൊക്കെ മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഈ റൗണ്ടഡ് ആയിട്ടുള്ള. പക്ഷേ ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് നാശമായി പോകാനുള്ള, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ പിന്ന് പെട്ടെന്ന് വളഞ്ഞിട്ട് അത് കേട് വന്നിട്ട് പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഡെവലപ്പേഴ്സ് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ സ്ക്വയർ പിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇതൊക്കെ അഡാപ്റ്റേഴ്സ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഈസിയസ്റ്റ് ആയിട്ട് കണക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡാപ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മോണിറ്ററിനെയും അതേപോലെ തന്നെ നമ്മളെ CPU-നെയും എന്താ പറയുക ബാക്കി അതർ ഹാൻഡ് ഹെൽഡ് ഡിവൈസസിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ് കേബിൾസ് ആണ്. നെറ്റ്വർക്കിംഗ് കേബിൾസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ഈസ് യൂസ്ഡ് ടു കണക്ട് വൺ നെറ്റ്വർക്ക് ഡിവൈസ് ടു അനദർ നെറ്റ്വർക്ക് ഡിവൈസ് ഓർ ടു കണക്ട് 2 or more കമ്പ്യൂട്ടേഴ്സ് ടു ഷെയർ പ്രിന്റർ സ്കാനർ. അതായത് ഈ നെറ്റ്വർക്കിംഗ് കേബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നെറ്റ് കണക്ഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിംഗ് കേബിൾസ് ആണ്. അതല്ല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ റൂട്ടറിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെയും ഒത്തിരി നെറ്റ്വർക്കിംഗ് കേബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നെറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ പ്രിന്ററിലോട്ട് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിംഗ് കേബിൾസ് ആണ്. ലൈക്ക് ആ നെറ്റ്വർക്കിംഗ് കേബിൾസ് ഇങ്ങനെയാണ്, ഇത് ഡിഫറെൻറ്റ് പല കളറിലുള്ളതാണ്. ജസ്റ്റ് ഇതെന്ന് വെച്ചാൽ സ്ക്വയർ ടൈപ്പ് ആണ്. പക്ഷെ നമ്മളൊരു പ്രസ്സിങ് ഉള്ളൊരു സംഭവമാണ്. ആ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ലോട്ടിലോട്ട് നമ്മൾ ഇൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിംഗ് കേബിൾ ഇടുന്ന ആ ഒരു പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ഉള്ള USB-ൻ്റെ ഒന്നും അത്രയും വിട്ടുള്ള ഒരു പോർട്ടല്ല, ഒരു ജസ്റ്റ് അത്ര കണ്ടൊരു വീതി ഒന്നുള്ളൊരു പോർട്ടല്ല. കുറച്ച് വീതി കുറഞ്ഞ് പക്ഷേ അത്യാവശ്യം ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോർട്ടാണ്. അത് നിങ്ങൾക്ക് നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലാബിലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ പോർട്ട് ഫെമിലിയർ ആവും. ഞാൻ ജസ്റ്റ് നിങ്ങൾ തന്നെ അതൊന്ന് പ്ലഗിനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്സിങ് ഉണ്ടായിരിക്കും ആ ഒരു നെറ്റ്വർക്കിംഗ് കേബിൾസിൽ, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്കതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു വ്യൂ, ഇങ്ങനെയാണ് വരുന്നത്. ദെൻ ഇതാ റൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ CPU റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കമ്പോണൻസും അതേപോലെ തന്നെ അവിടെയുള്ള പോർട്ടുകളും ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നന്നായി കണ്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ലെക്ചർ നോട്ട് എഴുതാം കേട്ടോ. താങ്ക് യു.